ഈ സന്ദീപ് സിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ലോബി തലവനോ അല്ലെങ്കിൽ ഇലുമിനാറ്റി വല്ലോ ആണോ? എന്തുടെ അവനെ മാറ്റുന്നേ ഇല്ലല്ലോ. സെയിം പഴയ പല്ലവി തന്നെയാണ്. എനിക്ക് മനസ്സിലാവണില്ല. എവിടെന്ന് ബോൾ കിട്ടിയാലും നേരെ കൊടുക്കാൻ നോവയ്ക്ക്. നോവ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഗോൾ കൺവേർട്ട് ചെയ്യുന്നതാണോ? എടാ ഈ ടാക്ടിക്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം കാണുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എതിർ ടീം അതിനനുസരിച്ച് കളിക്കില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസൺ ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. ചുമ്മാ മത്സരം കാണാൻ വേണ്ടി കാണുക എന്നുള്ളതാണ്. മറ്റ് ടീമുകളൊക്കെ നോക്കിക്കോ, ജനുവരി ട്രാൻസ്ഫറിലാണെന്നുണ്ടെങ്കിൽ പോലും നല്ല ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുള്ള ടീമുകൾ പോലും ചിലപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചിന് വേണ്ടി നടത്തും. എനിക്ക് പക്ഷേ നമ്മുടെ ജനുവരി ട്രാൻസ്ഫറിൽ വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. അത് ഇനി എത്രമാത്രം അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എന്തായാലും കണ്ടറിയണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു പ്ലേ ഓഫ് സാധ്യത തന്നെയെന്ന് പറയുന്നത് എല്ലാ മത്സരങ്ങളും ജയിക്കണം. സോ ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. Jabagadibi, Kambigiri Ladiri, Ipati Kundaki, Potukalula Saputiri, Macha Parishari, Macha Malayan. യെസ് ഗൈസ്, അപ്പോൾ ഒരിക്കൽ കൂടെ വെൽക്കം. ദിസ് ഇസ് ആർ ജെ ആൻഡപ്പൻ ആൻഡ് യു ആർ ലിസണിങ് ടു ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ നമ്മുടെ സ്പോർട്സ് റിവ്യൂവിൽ ഇന്ന് സംസാരിക്കുന്നത് ജംഷഡ്പൂർ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ, അതായത് മുഹമ്മദ് എസ് സി ആയിട്ടുള്ള മത്സരത്തിൽ എല്ലാവരും കുറേ പേരൊക്കെ കമൻറ്റ് സെക്ഷനിലും ബാക്കി സംഭവങ്ങളിലും ഒക്കെ വി ആർ ബാക്ക് ടു ദ വിന്നിങ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നസി എന്ന് പറയുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മളെക്കാളും കഷ്ടപ്പാടിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. ആ ക്ലബിനെതിരെ ഒരു 3 ഗോൾ സ്കോർ ചെയ്തത് ആഘോഷിക്കാൻ മാത്രം ഒന്നുമല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. അത് ശരിവെക്കുന്നതായിരുന്നു ഇന്നത്തെ മത്സരം. നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ട് ടീമും വലിയ രീതിയിൽ കളിച്ചൊന്നുമില്ല. പക്ഷേ എന്തായി, അവസാനം നമ്മുടെ മിസ്റ്റേക്കിൽ നിന്ന് വീണ്ടും പഴയ അതേ ശ്രുതിയിലേക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. നമ്മൾ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നു, ഇട്ട് കൊടുക്കുന്നു, ഗോൾ അടിക്കടാന്ന് പറയുന്നു, അടിക്കുന്നു. യൂഷ്വലി നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ആകുമ്പോൾ വേറെ സൗണ്ട് ഡിസ്റ്റർബൻസോ ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിലവിൽ ഞാൻ ഡൽഹിയിലാണ്, നല്ല തണുപ്പാണ്. അത് കാണിക്കാൻ കൂടിയാണ് പുറത്തേക്ക് ഇരുന്നത്. ഒന്ന് കാണിച്ചോട്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയ്യോ സഹിക്കാൻ പറ്റില്ല, അങ്ങനെ നിൽക്കണം. അപ്പോൾ എന്തായാലും ബാക്ക് ടു ദ വിഷയം. അതൊരു കാര്യം. അപ്പം ജംഷഡ്പൂരുമായിട്ട് തോറ്റത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് എടുക്കാമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായി നമ്മൾ എന്താണോ ഒരു എവേ ഗെയിമിൽ കാണിച്ചുകൊണ്ടിരുന്നത് അത് കാണിച്ചു എന്നുള്ളതാണ്. ആൻഡ് അതിൽ ഏറ്റവും എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദീപ് സിംഗ് വല്ല ഇലുമിനാൻറ്റിയോ അല്ലെങ്കിൽ വലിയ ലോബി തലവനാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്ര മോശം പെർഫോമൻസ് ആണെങ്കിലും പുള്ളി ടീമിലുണ്ട്. ഐവൻ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അവനെ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല? ഫസ്റ്റിൽ ശരിയാണ്, സബ്സ്റ്റിറ്റ്യൂട്ടാക്കി പിന്നീട് ഇറക്കി. ഇനി എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീം ഭയങ്കര ക്രൂഷ്യലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരം ജയിച്ചതുകൊണ്ട് തന്നെ ഈ മത്സരം ജയിക്കുകയായിരുന്നെങ്കിൽ 17 പോയിന്റ് അടിക്കാവുന്നതായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്ടിക്സ് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. അവർ ഡിഫൻസിലേക്ക് ഇറങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഡിഫൻസ് അവർ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോവേ പോലത്തെ ഒരു പ്ലെയറിന് ബോൾ കൊടുത്ത് നമ്മൾ കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യം. എന്നാൽ അതുകൊണ്ട് അവർ ഡിഫൻസിലേക്ക് ഇറങ്ങി. പക്ഷെ നമ്മൾ ടാക്ടിക്സിൽ ഒരു ചേഞ്ചും ഇല്ല. ബോൾ എവിടെ നിന്ന് കിട്ടിയാലും നേരെ ബോൾ പോവുക എവിടേക്ക്, നോവയുടെയിലേക്ക് പോവുക. നോവ പിന്നെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് ആരെങ്കിലും ഒക്കെ വെട്ടിച്ച് കയറി ഒരു ഗോൾ അടിച്ചാൽ രക്ഷപ്പെട്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അവന്മാർ നമ്മൾ ഡിഫൻസിൽ പൂട്ടി അടപടലം പൂട്ടുക എന്ന് പറയില്ല, അതുപോലെ പൂട്ടി. എനിക്ക് തോന്നുന്നു നോവയുടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടില്ലം കരിയർ ഒരുവിധമൊക്കെ തീരാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അവസ്ഥയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ജനുവരി ട്രാൻസ്ഫറിൽ നല്ല ഡിഫെൻസീവ് പ്ലേയേഴ്സിനെ ഇറക്കാതെ നമ്മുടെ ടീമിന് ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. പല റൂമേഴ്സും ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ കുറേ വലിയ വമ്പൻ ട്രാൻസ്ഫേഴ്സൊക്കെ വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന് മാത്രം എത്രമാത്രം സത്യമുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വന്ന് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിഫൻസ് ശരിയാവാതെ നമുക്ക് ഒരു ടൈറ്റിലും വിൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ച് 14 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയാവും എനിക്കറിഞ്ഞുകൂടാ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശോകമാണ്. നല്ല പ്ലെയേഴ്സ് പോലും അവരുടെ കരിയർ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഇപ്പോഴും കുറച്ച് ഇന്ത്യൻ പ്ലെയേഴ്സിന്, അത് അവരെ എത്ര മോശമാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് സ്ക്വാഡ് ഫസ്റ്റ് ലെവലിൽ നിന്ന് മാറ്റുന്നില്ല? അവരെ സെക്കൻഡ് ഹാഫിൽ കളിക്കാനോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനോ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഓക്കെ, നമുക്ക് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ഇന്നതുപോലെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ നോക്കുകയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, പ്ലെയേഴ്സിനെ നമുക്ക് പരീക്ഷിക്കാൻ ആൾക്കാർ ഇരുന്നിട്ടും എന്തുകൊണ്ട് അവരെ കളിപ്പിക്കുന്നില്ല? ഐമനും അസറും എവിടെ പോയി? ഒരു ഐഡിയ ഇല്ല, എവിടെയാണോ എന്തോ. അവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നല്ല പ്ലെയേഴ്സാണ്.
എനിക്കറിയില്ല, എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഓരോ മത്സരങ്ങൾ കഴിയും തോറും കഷ്ടപ്പാടിൽ നിന്ന് പിന്നെയും കഷ്ടപ്പാടിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ദിസ് ഇസ് RJ ആൻഡപ്പൻ. എല്ലാവരും ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡപ്പൻ ഇസ് വൈൻഡിങ് ഓഫ്.